മുണ്ടക്കൈയിൽ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള റെജീന പ്രധാനമന്ത്രിയുടെ സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ പ്രധാനമന്ത്രി കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾ സംസാരിച്ചത്? അന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അത് പറഞ്ഞു, വേണ്ട സഹായമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ ചോദിച്ചോ? ചോദിച്ചായിരുന്നു. കുഴപ്പമില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളെല്ലാം ചേർത്ത് നിർത്തി നിങ്ങളുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പറയുകയാണ് ചെയ്തത്? പറഞ്ഞായിരുന്നു. എത്ര സമയം സംസാരിച്ചു? സമയം കിട്ടിയിരുന്നോ? കാര്യങ്ങൾ പറയാനുള്ള സമയം കിട്ടിയോ? ഉണ്ടായിരുന്നു, സമയം ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമായി കാണുമല്ലോ? ആശ്വാസം. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇവിടത്തേക്ക് എത്തുന്നു, നിങ്ങളൊക്കെ കാണുന്നു, നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കുമോ ഇപ്പോൾ മനസ്സിലുണ്ടായത്? അതെ. ആ സമയത്ത് നിങ്ങൾ പ്രധാനമന്ത്രി തൊട്ടടുത്ത് നിൽക്കുമ്പോൾ എന്താ തോന്നി? നല്ലൊരു രാജ്യത്തിൻ്റെ വലിയ മനുഷ്യനാണല്ലോ നമ്മുടെ അടുത്തേക്ക് വന്നത്. അതിൽ എന്തെങ്കിലും സഹായം നമുക്ക് ചെയ്യുന്നു വിചാരിക്കും. സന്തോഷമായിരുന്നു, ആശ്വാസവും സന്തോഷവും. വളരെയധികം സന്തോഷത്തിലാണുള്ളത്. റെജീനയുടെ സഹോദരി ആനീസ് കൂടിയുണ്ട്. പ്രധാനമന്ത്രി എങ്ങനെയാണ് സംസാരിച്ചത് നിങ്ങളോടൊക്കെ? പ്രധാനമന്ത്രി നല്ല രീതിയിലാണ് എല്ലാവരും സംസാരിച്ചത്. എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വേണ്ടുന്ന സഹായമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു പ്രധാനമന്ത്രി എത്തുമ്പോഴുള്ള ഒരു ആശ്വാസവും ഒരു സ്നേഹവായ്പൊക്കെയാണ്. അതെ അതെ, അതൊരു നല്ലൊരു സ്നേഹം. നമ്മുടെ രാജ്യത്തിന് പ്രധാനമന്ത്രി നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ വന്നല്ലോ, തന്നെ വലിയൊരു സ്നേഹം. എന്തായാലും ആരോഗ്യസ്ഥിതിയൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് റെജീനയുടെ? ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇനിയും മുറിവുകളൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ടുണ്ട്. റെജീനയാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ സഫീനയും കൂടിയുണ്ട്. സഫീനയും പ്രധാനമന്ത്രി കണ്ടിട്ടുള്ളതാണ്. സഫീനയോട് കൂടി നമുക്ക് പ്രതികരണം ചോദിക്കാവുന്നതാണ്. എന്താ, എഴുന്നേക്കണമെന്നില്ല, കിടന്നാലും മതി. ബുദ്ധിമുട്ടുണ്ടോ? എന്താ പ്രധാനമന്ത്രി കണ്ട് നിങ്ങളോടൊക്കെ സംസാരിച്ചു? ഉരുളപൊട്ടിനെ കുറിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. സമയം കിട്ടിയായിരുന്നോ? സമയം കിട്ടിയിരുന്നു. കുറേ നേരം അടുത്ത് നിന്നിരുന്നു. അപ്പോൾ എങ്ങനെയാണ് മോളെ, 3 വയസ്സായ മോളുണ്ട്, അപ്പം മോളെ എങ്ങനെയാണ് രക്ഷിച്ചത്, എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ ചോദിച്ചു. ഉരുള പൊട്ടുമ്പോഴേ മോളിൻ്റെ കയ്യിലുണ്ടായിരുന്നു, പെരയൊക്കെ വീഴുമ്പോഴേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം മോളെടുത്ത് കുറച്ച് ദൂരെ വരെ ഒലിച്ചു പോയി ഞാൻ. അപ്പോഴും കരക്കെത്തിയപ്പോഴും മോളിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മോളെടുത്ത് ഓടുകയാണ് ഉണ്ടായത്. ആ കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി അവർ ചോദിച്ചപ്പോൾ അത് പറഞ്ഞു. മോളെ പിന്നെ പ്രധാനമന്ത്രി താലോലിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിരുന്നു? കണ്ടിരുന്നു. അവരെപ്പോലുള്ളവരൊക്കെ ഇവിടെ എത്തി നിങ്ങളൊക്കെ ആശ്വസിപ്പിക്കുമ്പോൾ വലിയൊരു ആശ്വാസമാണല്ലേ? ആശ്വാസമായി. എങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതിയൊക്കെ? എങ്ങനെയുണ്ട് ഇപ്പോൾ? ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട് വരുന്നു. കാലൊരു മുറിവുണ്ട്, അതും കൂടി ഉണങ്ങാനുള്ളൂ ഇനി. ഹലോ പറഞ്ഞു. പറഞ്ഞേ. മോദി എന്തെങ്കിലും തരത്തിലുള്ളൊരു ഉറപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്തെങ്കിലും സഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലും? എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആശ്വസിപ്പിച്ചു. പിന്നെ അവരെന്താ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഉള്ളവരോടൊക്കെ അത്തരത്തിൽ സംസാരിച്ചിരുന്നു അല്ലേ? സംസാരിച്ചിരുന്നു. വീട് പോയ കാര്യങ്ങളും അങ്ങനെ അവരോട് പറഞ്ഞു? വീട് പോയോ ചോദിച്ചു. വീട്ടിൽ എത്ര ആളുണ്ടായിരുന്നു, ഇനി ആരൊക്കെ ഉള്ളതെന്നൊക്കെ ചോദിച്ചു. അതൊക്കെ പറഞ്ഞു കൊടുത്തു. വീടൊക്കെ ശരിയാക്കി തരാൻ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു? അതൊന്നും മനസ്സിലായിട്ടില്ല. എന്താ പറഞ്ഞതെന്ന് അറിയില്ല. ഈ കുട്ടികളൊക്കെ മൈക്കിങ്ങനെ പിടിച്ചു വാങ്ങുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നല്ലേ? പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അതായത് എന്തായാലും കൂടെയുണ്ട്. അവരോട് വേറൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് കൊടുത്തു. അവർ പറയുന്ന കാര്യം നിങ്ങളോടും പറഞ്ഞു തന്നു അല്ലേ? അതെ, അങ്ങനെ തന്നെയായിരുന്നു. എന്തായാലും ചേർത്ത് നിർത്തും, നിങ്ങളുടെ ഒരു കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഇവർക്ക് കൊടുത്തതെന്നുള്ള കാര്യമാണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക്